കുഞ്ഞിച്ചോ സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നാനോ മെഷീൻ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും നിങ്ങളെല്ലാവരും നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യുന്നുണ്ടെന്നും എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നാനോ മെഷീൻ്റെ എപ്പിസോഡ് 6ൻ്റെ മലയാളം മാൻഹോ എക്സ്പ്ലനേഷനാണ്. സോ ഗൈസ്, വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നാനോ മെഷീൻ്റെ പ്രീവിയസ് ആയുള്ള എല്ലാ വീഡിയോസും കണ്ടിട്ട് മാത്രമേ ഈ ഒരു വീഡിയോ കാണാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കുറേയധികം ഇൻഫർമേഷനൊക്കെ മിസ്സാകുന്നതായിരിക്കും. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ പേജ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് നേരെ നല്ല വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നിർത്ത് നമ്മുടെ ഹോം പറയും ചെയ്യും. എന്തായാലും ആദ്യത്തെ എക്സാമിനേഷൻ പാസ്സായ എല്ലാവർക്കും ഞാൻ എൻ്റെ കൺഗ്രാജുലേഷൻസ് പറയുന്നു. നിങ്ങൾ എന്തായാലും ഇവിടുത്തെ ഒരു ലോവർ വാറിയർ ആണെന്ന് അറിയിക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കോപ്പർ മെഡൽ തരുന്നതായിരിക്കും. അതേപോലെ ഇവിടെ പാസ്സായവരായിരിക്കും അടുത്ത 4 വർഷം ട്രെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ ഈ ഒരു പോയിന്റ് മുതൽ ഞങ്ങൾ ആര് എന്ത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് എസ് എന്നും നോ എന്നും ഉത്തരവില്ല. ആകെപ്പാടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഫോർ ദി ഡിമോണിക് വേ എന്നായിരിക്കും. സോ ഞാൻ പറയുന്നത് മനസ്സിലായെന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാവരും ഉച്ചത്തിൽ തന്നെ ഫോർ ദി ഡിമോണിക് വേ എന്ന് അലറുന്നുണ്ട്. അപ്പം എന്തായാലും ഇനി ഗ്രൂപ്പ്സ് തിരിക്കാനായിട്ട് തുടങ്ങാം. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ഫിസിഷ്യൻ ബേക്കിനാണ്. പുള്ളിക്കാരൻ പറയുകയും ചെയ്യും, ആവശ്യമായ എല്ലാം തന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല മിസ്റ്റർ ഫിസിഷ്യൻ, എടാ എൻ്റെ പേര് ജോ മിയോങ് ബേക്ക് എന്നാണ്. നിനക്ക് എന്തായാലും ഒരു മിസ്റ്റർ എന്ന് വിളിക്കണ്ടല്ലോ, നീ ജസ്റ്റ് എൻ്റെ പേര് വിളിച്ചാൽ മാത്രം മതി. അപ്പോൾ ഫിസിഷ്യൻ ബേക്ക്, എൻ്റെ കണ്ടീഷൻ അത്രയും മോശമാണോ? അല്ല, എനിക്ക് എപ്പോഴായിരിക്കും തിരിച്ചു കയറാനായിട്ട്? നിൻ്റെ കണ്ടീഷൻ വെച്ച് നോക്കിയിട്ട് അറ്റ്ലീസ്റ്റ് നിനക്ക് 2 ആഴ്ചയെങ്കിലും വേണ്ടി വരും നീ ട്രെയിൻ ചെയ്തതിന് മുമ്പ് തന്നെ. 2 ആഴ്ചയോ? അല്ല, ഞാൻ നോക്കി എന്നെ കുറച്ചുകൂടെ പെട്ടെന്ന് ഹീൽ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫിസിഷ്യൻ ബേഗ് ഉറപ്പായിട്ടും എന്നെ ഡൗട്ട് ചെയ്യത്തില്ലേ? എന്നാൽ ഞാനിവിടെ കിടക്കുന്ന ഓരോ നിമിഷവും അതിൻ്റെ ട്രെയിനിങ്ങിനെ ബാധിക്കുന്നതാണ്. ബാക്കിയുള്ളവരെല്ലാവരും മുന്നിലേക്ക് പോകും. അടുത്ത എക്സാമിനേഷൻ എന്നാണ്, എപ്പോഴാന്ന് പോലും എനിക്കൊരു ഐഡിയ പോലും ഇല്ല. എടാ, നീ ഇത്ര വിഷമിക്കൊന്നും വേണ്ട. ബാക്കി ഏതെങ്കിലും ഒരു ഫിസിഷ്യൻ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 മന്തെങ്കിലും എടുക്കും നീ എന്നെ ട്രീറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ എനിക്ക് നീ വെറും 2 ആഴ്ച തന്നാൽ മതി. ഞാൻ കാണിച്ചു തരാം ഞാൻ ആരുടെ ശിഷ്യനാണെന്ന്. അല്ല, അങ്ങനെ ചെയ്താലും എൻ്റെ ട്രെയിനിങ് മുടങ്ങിയല്ലേ? അത് വലിയ കുഴപ്പമൊന്നുമില്ല. ഒന്നുമില്ലെങ്കിലും സാർ സിയോപ്പ എന്തായാലും നിന്നെ ട്രെയിൻ ചെയ്യാൻ വരുന്നല്ലേ, അതെന്തായാലും ആരും കാണാതെ ഞാനൊന്ന് മൂടിത്തരാം. ഫിസിഷ്യൻ ബേക്ക്, ഇതിലൊക്കെ ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടത്? നന്ദി പറയാനൊന്നും വേണ്ട. നമുക്കെന്തായാലും അക്യുപഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് പെട്ടെന്നായിരുന്നു അപ്പോതപ്പ് അവൻ വലിച്ച് തുറന്നത്. ഇത് കാണുന്നിടത്ത് തന്നെ അവൻ ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയി. അല്ല, ഞാൻ കേട്ടിട്ടുള്ളത് ഇവൻ ഇതുവരെ ഒരു തരത്തിലുള്ള മാർഷൽ ആർട്സും ട്രെയിൻ ചെയ്തിട്ടില്ലെന്നാണ്. പക്ഷേ ഇവൻ്റെ ബോഡി അങ്ങനെയല്ലല്ലോ പറയുന്നത്. ഒരു പക്ഷേ ഇന്റേണൽ പവേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൻ ശരിക്കും എക്സ്റ്റേണൽ പവേഴ്സ് ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്തായാലും ഞാൻ അക്യുപഞ്ചർ സ്റ്റാർട്ട് ചെയ്യാണ്, അതിൻ്റെ മിഡിൽ നിന്നാന്ന് പറഞ്ഞിട്ട് അവൻ ആ സൂചി കുത്താൻ പോയപ്പോഴാണ് പെട്ടെന്ന് ഞാനോ പറയുന്നത്, മാസ്റ്റർ ഒരു ഷാർപ്പായുള്ള അയൺ നീഡിൽ മാസ്റ്ററിൻ്റെ ശരീരത്തിലേക്ക് വരുന്നുണ്ട്. ഇനിഷ്യേറ്റിംഗ് എമർജൻസി ഡിഫെൻസിങ് മോഡ്. ഞാനോ വേണ്ട, അത് ഫിസിഷ്യൻ ബേക്കാണ്, അത് അക്യുപഞ്ചർ ചെയ്യാൻ പോയെന്ന് പറഞ്ഞ അടുത്ത സെക്കൻഡ് പെട്ടെന്ന് ഞാനോ അത് ഓഫാക്കുന്നുണ്ട്. നമ്മുടെ ബേക്കാട്ടെ അത് കുത്തി ഇറക്കുന്നുണ്ട്. മാസ്റ്റർ എന്തെങ്കിലും തരത്തിലുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ്സ് എടുക്കുന്നതിന് മുമ്പ് എനിക്ക് അഡ്വാൻസ് ആയിട്ട് ഒന്ന് പറയണം, അതല്ലെങ്കിൽ ഞാൻ ത്രെറ്റ് ആയിട്ടേ കാണത്തുള്ളൂ. അടുത്ത പ്രാവശ്യം എന്തായാലും പറഞ്ഞേക്കാം. പക്ഷേ ആ ടൈമിൽ തന്നെ ബേക്കായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. അല്ല, എൻ്റെ വയറിപ്പോൾ ശരിക്കും മാറിയല്ലോ. ഈ സമയത്ത് തന്നെ ഇതെല്ലാം കേൾക്കാൻ നേരത്ത് നമ്മുടെ ഞാനുമായിട്ട് അക്യുപഞ്ചറിനെ പറ്റിയുള്ള എല്ലാ പോയിന്റ്സും എടുക്കുകയും ചെയ്യും. എന്നിട്ട് പുള്ളിക്കാരൻ പറയുകയും ചെയ്യും, ഓരോ അക്യുപഞ്ചറും ഓരോ പോയിന്റ്സിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് ചെയ്യാൻ നേരത്ത് അവിടുത്തെ ബോഡി പാർട്ടിനായിരിക്കും അത് നന്നായിട്ട് നോക്കാനും പോകുന്നത്. അല്ല ഞാനോ, നിനക്കിതിനെപ്പറ്റി ശരിക്കും ഇൻഫർമേഷനൊക്കെ അറിയാലാക്കെന്ന് പറഞ്ഞിട്ട് അവനിട്ട് അതിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ഞാനോ, എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം നീ നിന്റെ ഇന്റേണൽ ഇഞ്ചുറീസ് ഒക്കെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എത്രയും പെട്ടെന്ന് പൊങ്ങുമെന്ന്. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാവരും എന്നെ വിത്ത് ഒരു ഡൗട്ട് ഏൽപ്പിക്കുന്നതാണ്. പക്ഷേ ഫിസിഷ്യൻ ബേക്കിനും അത് തന്നെയായിരിക്കും പ്രശ്നം. അടുത്ത 2 ആഴ്ച ഞാനിവിടെ കിടക്കാൻ നിർത്തും, പുള്ളിക്കാരന് അത് മനസ്സിലാകും. സോ ഫിസിഷ്യൻ ബേക്ക്, എൻ്റെ പൾസ് ചെക്ക് ചെയ്യാൻ നിർത്ത്, നിനക്ക് തൽക്കാലത്തേക്ക് ചെറിയൊരു വൂൺസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? തങ്ങളുടെ വൂഡ്സ് കംപ്ലീറ്റ്ലി ഹീൽ ചെയ്തതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അത് സാധ്യമാകുന്നതാണ്. അപ്പോൾ അത് പോസിബിൾ ആണല്ലേ? അത് പോസിബിൾ ആണെന്ന് ഞാൻ ഒരിക്കലും ആലോചിച്ചില്ല. എന്തായാലും അത് നന്നായി. അടുത്ത 14 ദിവസം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് കുഴപ്പമില്ലാത്ത രീതി മുന്നിലേക്ക് പോകാനായിട്ട് പറ്റും. സാർ സിയോപോങ്ങിന്റെ ഇന്റേണൽ പവേഴ്സ് കൊണ്ട് എനിക്ക് ഇന്റേണൽ പവേഴ്സും ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ മാസ്റ്റർ, ഞാൻ എന്തായാലും താങ്കളുടെ ബ്ലഡ് ഫ്ലോയും അതേപോലെ തന്നെ ഹീലിംഗും ഇൻക്രീസ് ചെയ്യുവാണ്. പിന്നെ കാണിക്കുന്നത് അന്നേ ദിവസം വൈകുന്നേരമാണ്. ഈ സമയത്ത് തന്നെ ഒരുത്തൻ പറഞ്ഞു, സ്റ്റുഡൻസ് എല്ലാവരും ലൈൻ നിൽക്കേണ്ടതാണ്. ആ ടൈമിൽ തന്നെ അവരെല്ലാവരും ഉച്ചത്തി അലർജ് ചെയ്യും ഫോർ ദി ഡിമോണിക് വേ. അടുത്ത എക്സാമിനേഷനുള്ള റൂൾസ് ആയിരിക്കും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. 3ാമത്തെ എക്സാമിനേഷൻ വരെ നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നായിരിക്കും വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്, ഒരു മിഡിൽ വാരിയർ ആകാനായിട്ട്. അതേപോലെ നിങ്ങളുടെ മെയിൻലി പഠിക്കാൻ പോകുന്നത് സ്ട്രാറ്റജീസും ടാക്ടിക്സും ആയിരിക്കും. പിന്നെ മറ്റൊരു കാര്യം, വെറും 3 ആഴ്ചകൾ മാത്രമേ നിങ്ങൾക്ക് സമയമായിട്ടുള്ളൂ. 3 ആഴ്ചയോ?
അതുകൊണ്ട് സ്ട്രാറ്റജീസിനെ ടാക്ടിക്സിനെ ഫൗണ്ടേഷൻ മാത്രമേ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? പിന്നെ നിങ്ങളുടെ ഗ്രൂപ്പ്സിന് എണ്ണം എന്ന് പറയുന്നത് 20 ആയിരിക്കും. അത് മാത്രമല്ല 3 ആഴ്ച മാത്രമേ ഉള്ളൂ. പിന്നെ ഈ കൂട്ടത്തിൽ നിന്ന് വെറും 10 ഗ്രൂപ്പ്സ് മാത്രമേ മുന്നിലേക്ക് പോകത്തുള്ളൂ. 10 ഗ്രൂപ്പ്സോ? അതിനർത്ഥം പകുതി പേരും ഇവിടെ തോറ്റു പോകുന്നല്ലേ? അയ്യോ, ബാക്കിയുള്ള സ്റ്റുഡൻസിന് ഹയർ അപ്സിന് നന്നായിട്ട് തന്നെ അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ. നമ്മളൊക്കെ എന്ത് ചെയ്യും? എസ്പെഷ്യലി പറയുന്നത് ആ 6 സെറ്റ്സ് ആണ്. അവർക്ക് നല്ല രീതിയിൽ തന്നെ അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ട്. പിന്നെ ആരും പേടിക്കണ്ട, രണ്ടാമത്തെ എക്സാമിനേഷൻ മാത്രമായിരിക്കും നിങ്ങൾ ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരുമിച്ച് വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇത് ആദ്യത്തെ ഒരു ചാൻസ് ആയതുകൊണ്ട് തന്നെ ശരിക്കും കോപ്പറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിക്കുന്നുമുണ്ട്. അവനായിട്ട് പൊട്ടിച്ചിരിക്കുകയും ചെയ്യും. എന്തായാലും ഇന്നത്തേക്ക് ഇത് മതി. നിങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ചു പോകാവുന്നതാണ്. നാളെ മുതൽ മാർഷൽ ആർട്സിന്റെ പ്രൊഫസർ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും സ്ട്രാറ്റജീസും ടാക്ടിക്സും എന്താണെന്ന്. എന്തായാലും ഡിസ്മിസ് ചെയ്യാൻ പറഞ്ഞിട്ട് അവരെല്ലാവരും ഡിസ്മിസ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അവിടെ ഗ്രൂപ്പ് 8ന്റെ മാർഷൽ ആർട്ട് പ്രൊഫസറുള്ള ഈ പിയോങ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവിടേക്ക് ഒരുത്തനും വന്നത്. സ്റ്റുഡന്റ് 3, നീ ഇവിടെ എന്ത് ചെയ്യുവാണ്? സാർ, എനിക്ക് താങ്കളോട് ചോദിക്കാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് മറ്റാരുമില്ലെന്ന് നമ്മുടെ മുഖ്യം ചെയ്യാനായിരുന്നു. ട്രെയിനിങ്ങിനെ പറ്റിയാണെങ്കിൽ എനിക്കൊരിക്കലും നിന്നോട് സഹായിക്കാൻ സാധിക്കത്തില്ല. ആ സാർ, അതെനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അല്ല, അപ്പൊ പിന്നെ എന്റെ ചോദ്യം എന്താണ്? സാർ, ഗ്രൂപ്പ് 8ന്റെ ലീഡർ എന്തായാലും ഞാനായിരിക്കും ആകാനായിട്ട് പോകുന്നത്. അതിന് ലീഡറിനെ സെലക്ട് ചെയ്യുന്നത് നാളെയല്ലേ? സോ ഇവന് ഇത്രയധികം കോൺഫിഡൻസ് ഉണ്ടോ? പക്ഷേ നമ്മുടെ ഗ്രൂപ്പിലെ ഒരു മെമ്പറാണ് സ്റ്റുഡന്റ് 7. അവനാട്ടെ ഇപ്പോൾ ഇൻഫോർമറിലാണുള്ളത്. അതിന് അല്ല, ഒരാൾ കുറയുന്നത് അത് നമ്മുടെ ഗ്രൂപ്പിന് ഡിസഡ്വാൻറ്റേജ് അല്ലേ? ആ കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഗ്രൂപ്പ് പുറകിലേക്ക് പോയാലോ? അപ്പോൾ നീ എന്താണ് ഈ സജസ്റ്റ് ചെയ്യുന്നത്? എന്തായാലും സ്റ്റുഡൻസ് അവന് ഇതിനെപ്പറ്റി ഒന്നും തന്നെ അറിഞ്ഞൂടാ. ഞാൻ തൽക്കാലം അവിടേക്ക് പോയി അവന് ബാക്കിയുള്ള കാര്യങ്ങളും ഇൻസ്ട്രക്ഷനൊക്കെ ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഓ, ഇത് എടാ നായെ, നീ കാത്തിരുന്നോ? നീ ഞാനും ഒരു ഗ്രൂപ്പിലാണെന്ന് ഒരിക്കലും പറ്റത്തില്ല. അത് നിന്നെ ഞാനെന്തായാലും അവിടെ വന്ന് വലിച്ചു കീറുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നിന്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. എനിക്കെന്തായാലും നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ട്. പക്ഷേ സ്റ്റുഡൻറ് 3, നീ എന്തായാലും തിരിച്ചു പോയിക്കോളൂ. അവിടേക്ക് ചെന്ന് സ്റ്റുഡൻറ് 7ന് ബാക്കിയുള്ള ഇൻഫർമേഷനും ഐഡീസും ഞാൻ തന്നെ കൊടുത്തോളാം. അല്ല പ്രൊഫസർ, താങ്കൾ കഷ്ടപ്പെടണ്ട, ഞാൻ പൊക്കോളാന്ന് പറഞ്ഞപ്പോഴാണ് അവൻ നേരെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞത്, ഇവിടെയുള്ള സ്റ്റുഡൻസിന് ഒരുത്തിന് പോലും മെയിൻ അക്കാഡമി ഹാളിലേക്ക് കടക്കാനുള്ള അനുമതിയില്ല. കോപ്പ്, അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നല്ലോ. ഇവിടെ എന്തിനാണ് ഇത്രയധികം റൂൾസും റെഗുലേഷനൊക്കെ ഉള്ളത്? പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ പൊസിഷനും എനിക്ക് എന്തായാലും ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പ്രൊഫസർ, റിയലി താങ്ക്സ്. നീ റൂമിൽ പോകാൻ നോക്ക്. അല്ല പ്രൊഫസർ, ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ? ഇനി എന്നാ ചോദ്യം നിനക്കുള്ളത്? അറ്റ്ലീസ്റ്റ് അവൻ എപ്പോഴാണ് തിരിച്ചു വരുന്നതെങ്കിലും എനിക്ക് അറിയാനായിട്ട് സാധിക്കുമോ? അതാണോ? അതെന്തായാലും ചോദിച്ചിട്ട് ഞാൻ നാളെ വന്ന് പറഞ്ഞേക്കാം. എങ്ങനെയാണെങ്കിലും എനിക്ക് തന്നെയാണ് ബെനിഫിറ്റ്. നീന്റെ റൂമിൽ വന്നു കഴിഞ്ഞാൽ അവിടെ വെച്ച് ഞാൻ നിന്നെ വലിച്ചു കയറി കൊല്ലുന്നതായിരിക്കും നോയേ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ അക്കാഡമിയുടെ മെയിൻ ഹാളാണ്. 2 ആഴ്ചയോ? അതെ, 2 ആഴ്ച വേണം അവൻ കംപ്ലീറ്റ്ലി ഹീലാകാനായിട്ട്. അല്ല, അത് ശരിക്കും നീട്ടമാണല്ലോ. കാര്യം അങ്ങനെയാണ് പോകെങ്കിൽ ഉറപ്പായിട്ടും അവൻ അടുത്ത സ്റ്റേജിലേക്ക് കടക്കാൻ സാധിക്കത്തില്ല. അല്ല, ഇതൊന്നുകൂടെ സ്പീഡപ്പ് ആക്കാനായിട്ട് മറ്റു വഴിയൊന്നുമില്ലേ? വഴിയുണ്ടോയെന്ന് ചോദിച്ചാൽ അവൻ്റെ ഇന്നൽ പവേഴ്സ് ഉണ്ടെങ്കിൽ നടക്കുമായിരുന്നു. പക്ഷേ അത് സ്റ്റുഡൻറ് 7 ആണ്. നിനക്കറിയാവുന്ന പോലെ അവന് അങ്ങനെ ഒന്നും തന്നെയില്ല. തൽക്കാലം ക്യൂയുടെ അഡ്ജസ്റ്റ്മെന്റ് എന്നാന്ന് പോലും അറിയാത്ത അവന് ഇവിടെ നിന്ന് ഹീൽ ചെയ്യാൻ മാത്രമാണ് മറ്റു വഴി. കോപ്പ്, 3ാമത്തെ ആഴ്ചയാണ് എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത്. ഇവൻ ഇങ്ങനെ പോയോ ഉറപ്പായിട്ട് ഫെയിൽ ആകുന്നതായിരിക്കും. ഇവൻ കാരണം ബാക്കിയുള്ളവരും എൻ്റെ ടീം കംപ്ലീറ്റ്ലി ഫെയിൽ ആകുമോ? എനിക്ക് സ്റ്റുഡൻറ് 7നെ കാണാനും സംസാരിക്കാനും പറ്റുമോ? അത് അവനിപ്പോൾ നല്ല ഉറക്കത്തിലാണ്. എന്നെ എണീപ്പിക്കണോ? എങ്കിൽ വേണ്ട, നാളെ ഞാൻ വന്നേക്കാന്ന് പറഞ്ഞിട്ട് അവനട്ടെ അവിടുന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് തന്നെ അവനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. അവനെന്തായാലും ആദ്യത്തെ എക്സാമിനേഷൻ പാസ്സായതുപോലെ ഇവിടെ എന്തായാലും പാസ്സാകാനായിട്ട് പോകുന്നില്ല. പിന്നെ കാണിക്കുന്നത് അന്നേ ദിവസം വെളുപ്പിനാണ്. ഒരാൾ പാഞ്ഞായിരുന്നു ഒരു സ്ഥലത്തേക്ക് ഓടിക്കൊണ്ടിരുന്നത്. അതെങ്ങോട്ടാണെന്ന് ഒരു പിടുത്തില്ലായിരുന്നു. ഇതേ സമയത്താകട്ടെ നമ്മുടെ ഈ ഓണട്ടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യും. പെട്ടെന്നായിരുന്നു ചവിട്ട് പുറത്തേക്ക് വന്നത്. ഞെട്ടി എണീക്കുകയും ചെയ്യും. പക്ഷേ അത് മറ്റാരുമില്ല, നമ്മുടെ സർ സിയോപ്പമായിരുന്നു. നിന്റെ ടീച്ചറോടെ എത്തിയിട്ടുണ്ടടാ. ടീച്ചറോ? നാറിയിട്ട് മേല. എന്താടാ, നിന്നെ ടീച്ചറിനെ നീ ഗ്രീറ്റ് ചെയ്യത്തില്ലേ? അടുത്ത സെക്കൻഡിൽ തന്നെ ആ തല കുനിച്ചിട്ട് പറയുകയും ചെയ്യും, ഗുഡ് മോർണിംഗ് സാർ. അങ്ങനെ തന്നെ, അതായിരുന്നു എനിക്ക് വേണ്ടത്. അല്ല, ഞാൻ ഇന്നലെ നിനക്ക് തന്ന അസൈൻമെൻറ്റ് നീ പൂർത്തിയാക്കിയോ? താങ്കൾ പറയുന്നത് താങ്കൾ ഇന്നലെ തന്ന ആ ഒരു ബ്രീത്തിങ് ടെക്നിക്സിനെ പറ്റിയാണോ? ഇൻ്റൽ പവേഴ്സിൻ്റെ അതിനെ പറ്റിയാണോ? അത് തന്നെ, അതിനെ മെമ്മറൈസ് ആക്കാനല്ലേ ഞാൻ നിനക്കൊന്ന് എന്തേ ചെയ്തില്ലേ? സാർ സിയൊപ്പം എന്തായാലും ശരിക്കും ഇംപേഷ്യൻ്റ് ആയിരിക്കും. ഞാനുള്ളത് കാരണം തന്നെ എനിക്ക് വലിയ പാടായിട്ടുമില്ലായിരുന്നു. ഓഫ് കോഴ്സ് സാർ, അത് ഞാൻ കംപ്ലീറ്റ്ലി മെമ്മറൈസ് ചെയ്തു. ഇവൻ മെമ്മറൈസ് ചെയ്യുന്നു? സത്യം പറഞ്ഞാൽ ചെറുതായിട്ട് അവനൊന്ന് പേടിപ്പിക്കാനായിട്ട്. പക്ഷേ ഇവൻ അത് ചെയ്യുകയും ചെയ്തോ ഈ ഒരു അവസ്ഥയിൽ കിടന്നുകൊണ്ട്? അതെന്തായാലും കൊള്ളാം, അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. അല്ല സാർ, താങ്കൾ ഇവിടെ വന്ന് കുറച്ച് നേരത്തെ ആയിപ്പോയില്ലേ? നേരത്തെ ആയിപ്പോയെന്നാ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. എങ്കിൽ നീ കേട്ടോ, എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ എനിക്ക് നിന്നോട് പറയാനുണ്ട്. അടുത്ത 2 ആഴ്ചത്തേക്ക് മാത്രമായിരിക്കും എനിക്ക് നിന്നെ ട്രെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. അതെന്താണ്?
കാര്യം നീ ഇൻഫോമറിലായതുകൊണ്ട് മാത്രമാണ് എനിക്കിതിനെ കാണാനായിട്ട് സാധിക്കുന്നത്. നീ ഡോംസിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നിന്നെ കോൺടാക്ട് ചെയ്യുന്നതും നേരിട്ട് കാണുന്നതും അത്രത്തോളം റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. അല്ല, അത്രയും പ്രശ്നമാണോ? ഞാൻ ഒരിക്കലും അറിഞ്ഞില്ലായിരുന്നു. പിന്നെ നീ ഹോസ്പിറ്റലൈസ് ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെയെങ്കിലും വരാനായിട്ട് പോകുന്നത്. ഈ ടൈം ആകുമ്പോൾ ഹോൾനെസ്സിന് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് ഞാൻ തിരിച്ചു വരുന്ന ടൈമാണ്. ഈ ടൈമിൽ വലിയ സെക്യൂരിറ്റി വലിയ പ്രശ്നമില്ല. സോ കണ്ണുപിടിച്ച് എനിക്ക് ഇവിടേക്ക് വരാനായിട്ട് പറ്റും. എനിക്കറിയാം അക്കാഡമിയിലെ ഒരു സ്റ്റുഡൻറ്റ് മാർഷൽ പ്രൊഫസേഴ്സ് അല്ലാതെ മറ്റാരെയും ടീച്ചിങ്സ് മേടിക്കുന്നത് ഫോർബിഡൻ്റ് ആണ്. സോ ഞങ്ങൾ ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ അത് അത്രയും വലിയ പ്രശ്നമാണ്. സാർ സിയോപ്പം ആദ്യം ശരിക്കും റെക്ലെസ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഡിറ്റർമിനേഷൻ എനിക്ക് മനസ്സിലായത്. സാർ റിയലി താങ്ക്സ് ഫോർ യുവർ കൈൻഡ്നസ്. അതിനൊന്നും വലിയ സമയമൊന്നുമില്ല, നമുക്ക് തുടങ്ങിയാലോ? ഇപ്പോഴാ ഇത്ര നേരം ഞാൻ പറഞ്ഞത് പിന്നെ എന്തുകൊണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ ശരിക്കും പേടിക്കുന്നുണ്ട്. മോരെയൊക്കെ തീഞ്ഞെത്ത് നിലത്തിരിക്കാൻ നോക്ക്. നിലത്തിരിക്കാൻ നോക്കണമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവൻ ചാടി നിലത്തിരിക്കുന്നുണ്ട്. കോപ്പ് എന്താണ് ചെയ്യാൻ പോകുന്നത് ആദ്യം ഒന്ന് പറഞ്ഞിരുന്നാൽ കൊള്ളാമായിരുന്നു. നീ എന്തായാലും ഡാൻസിങ് സ്പ്രിങ്സ് എന്ന് പറഞ്ഞ ടെക്നിക്ക് കംപ്ലീറ്റ്ലി മെമ്മറൈസ് ചെയ്തില്ലേ? അത് കഴിഞ്ഞാൽ നേരത്ത് അവൻ്റെ മുഖത്ത് തൊടുകയും ചെയ്യും. സാർ താങ്കൾ എന്താണ്? നമുക്കധികം സമയമൊന്നുമില്ല, അതുകൊണ്ട് QA കൾട്ടിവേഷൻ ഞാൻ നിന്റെ ശരീരത്തിലേക്ക് ഫോഴ്സ് ചെയ്യാൻ വേണ്ടി പോകുവാണ്. ഫോഴ്സ് ചെയ്യാനട്ടോ? അതെ, ഈ ഒരു ടെക്നിക്ക് എനിക്ക് എൻ്റെ ടീച്ചർ നിൻ്റെ ആൻസിസ്റ്റേഴ്സ് പഠിപ്പിച്ചു തന്നാണ്. അതുകൊണ്ട് നിന്റെ QA യൂസ് ചെയ്യേണ്ട വലിയ കാര്യമൊന്നും വരുന്നില്ല. ഇത് ഞാനിപ്പോൾ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ തൻ്റെ കൈ അവൻ്റെ തൊട്ടടുത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നിന്റെ പല്ലൊക്കെ അടിച്ചു പിടിക്കാൻ മറക്കണ്ട. കാര്യം വേദന ഉണ്ടാകാനും കാറി കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ഗാർഡ്സ് ഇവിടേക്ക് ഓടി വരുമെന്ന് പറഞ്ഞ അടുത്ത സെക്കൻഡ് അവൻ്റെ ശരീരം മുഴുവൻ നന്നായിട്ട് വേദനിക്കാനായിട്ട് തുടങ്ങി. ശബ്ദിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? മാസ്റ്റർ, ഒരു ഇൻടാഞ്ചിബിൾ ഉള്ള എനർജി സോഴ്സ് താങ്കളുടെ ഗേറ്റ് ഓഫ് മെറിഡിയനിലൂടെ കടക്കുന്നുണ്ട്. QA അല്ലെങ്കിൽ ചാക്ര താങ്കളുടെ സ്പെഷ്യൽ അല്ല മെറിഡിയൻസിലൂടെ കടന്നു പൊക്കൊണ്ടേയിരിക്കുവാണ്. യൂസറിന്റെ ബോഡി അനലൈസ് ചെയ്യുന്നു. എനിക്കറിയാം സാർ സിയോപ്പം ശരിക്കും പുള്ളിക്കാരൻ്റെ പവർ യൂസ് ചെയ്തുകൊണ്ട് എൻ്റെ ഉള്ളിലേക്ക് മെറിഡിയൻസ് ഓപ്പൺ ചെയ്തിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് ശരിക്കും പെയിൻഫുൾ ആണ്. എനിക്ക് നന്നായിട്ട് വേദനിക്കുന്നുണ്ടല്ലോ. ഇതെങ്ങനെ സാധ്യമായി? ഇവൻ ഇതുവരെ ഇന്ത്യയിലെ പവേഴ്സൊന്നും ട്രെയിൻ ചെയ്തിട്ടില്ലെന്നല്ല പറഞ്ഞത്. പക്ഷേ ഓൾമോസ്റ്റ് 14 മെറിഡിയൻസും ഇൻക്ലൂഡിങ് 8 എക്സ്ട്രാ ഓർഡിനറി മെറിഡിയൻസും ഇതെല്ലാം തന്നെ അവന് ഓപ്പൺ ആണല്ലോ. അതും ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ലാതെ തന്നെ അവൻ്റെ മസിൽസും ടെൻഡോൺസും എല്ലാം ഡെവലപ്പ് ആയിട്ടുണ്ട്. ഇവൻ പെട്ടെന്ന് തന്നെ ഈസിയുള്ള ഫോംസൊക്കെ പഠിച്ചെടുക്കുകയും ചെയ്യും. ഇവൻ ശരിക്കും ഒരു ജീനിയസ് ആയിരുന്നു. അതോ ഇനി ഹോൾനെസ്? പിന്നെ കാണിക്കുന്നത് ഹോൾനെസ്സിനെ അവൻ്റെ അമ്മനെയായിരുന്നു. ബാക്കിയുള്ള 7 പെണ്ണുങ്ങളെ വെച്ച് നോക്കാൻ നേരത്ത് ഹോൾനെസ്സിന് ഏറ്റവും കൂടുതൽ അഫെക്ഷൻ ഉള്ളത് ലേഡി ഹാവിനോടായിരുന്നു. സോ ഹോൾനെസ്സിൻ്റെ പുത്രനായതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവനെ സീക്രട്ലി എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുത്തോ? എന്തായാലും ഇത് പെർഫെക്റ്റ് തന്നെയാണ്. ഈ ടാലൻറ്റ് വെച്ചുകൊണ്ട് ഇവൻ എത്രയും പെട്ടെന്ന് തന്നെ അവൻ്റെ ലോവർ ഒബീഡിയനിൽ ഇന്ത്യയിലെ പവേഴ്സൊക്കെ ഗ്യാദർ ചെയ്യാനായിട്ട് പറ്റും. അതും ഒരാഴ്ച കൊണ്ട് തന്നെ. പിന്നെ കാണിക്കുന്നത് പുതിയ സ്റ്റുഡൻസ് ഒക്കെയുള്ള ആ ഒരു ഡോർമെട്രിയാണ്. അവിടെ പെട്ടെന്നായിരുന്നു അവൻ്റെ മുഖത്തിട്ട് ഒരു നല്ലൊരു ഇടി കിട്ടിയ അവൻ്റെ തീർച്ച ബാക്കിലേക്ക് പോകുന്നത്. എങ്കിലോട്ട് താങ്കൾ ഓക്കെ അല്ലേ? നീ ആ പ്യൂർ കിക്ക് സെക്റ്റിലെ ഒരു മെമ്പറല്ലേ? എന്താണ് ചെയ്യുന്നത്? നിനക്ക് വലിയ ധാരണ ഉണ്ടോ? പോയിസൺ സെക്റ്റിലുള്ള ജോംസൺ സിയോനാണ് നീ അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. അത് കൊള്ളാം. അതിനൊന്നും ഇവിടെ ഒരു തരത്തിലുള്ള വിലയുമില്ല. ഇവിടെ അക്കാഡമികളുള്ളത് ഇവിടെ സ്ട്രെങ്ത് ഉള്ളവർക്ക് മാത്രമേ വിലയുള്ളൂ. ആൻഡ് ഇന്ന് മുതൽ ഗ്രൂപ്പ് 12 ലീഡർ ഞാനായിരിക്കും എന്ന് പറയുന്നത് ബേഗ് ജി എന്ന് പറയുന്ന ഒരു ഹയർ റാങ്ക് പ്യൂർ കിക്ക് സെക്റ്റിലെ ഒരു മെമ്പറാണ്. ആൻഡ് അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.